നോർത്ത് പറവൂർ വിശുദ്ധ കൊത്തലൻകോ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കൊത്തലൻകോയുടെയും വിശുദ്ധ യൂദാ തദേവൂസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാഘോഷങ്ങൾക്ക് കൊടികയറി. വികാരി ഫാദർ ജോൺ പോൾ കുരിശിങ്കൽ കൊടി ആശീർവദിച്ച് കൊടികയറ്റം നടത്തി. വിശുദ്ധരോടുള്ള ബഹുമാനത്തിനും ഭക്തിയിലും വളരുന്നതിനുമായി തിരുനാളുകൾ കൊണ്ടാടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. വിശുദ്ധ കൊത്തലൻകോയുടെയും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആഘോഷിക്കുന്ന വിശുദ്ധ യൂദാ തദേവൂസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ദയാപൂർവം ആശീർവദിക്കണം. അങ്ങയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വിശുദ്ധരുടെ സുഹൃതങ്ങളും മാതൃകയും അനുകരിക്കുവാൻ ഈ തിരുനാൾ കാരണമാകട്ടെ. തിരുനാളിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും ഇടവകയെയും പ്രദേശത്തെയും അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. തുടർന്ന് നടന്ന ദീപബലിക്ക് ഫൊറോന വികാരി ഫാദർ ആന്റണി ബിനോയ് അറക്കൽ മുഖ്യ കാർമ്മികനായി. നമ്മുടെ സ്വർഗീയനായ വിശുദ്ധ ജോസഫ് കൊത്തലൻകോയുടെയും വിശുദ്ധ യൂദാ തദേവൂസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് സംയുക്തമായ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടികയറ്റ കർമ്മത്തിൽ നമ്മൾ പങ്കുചേർന്നു. തുടർന്ന് ഈ പദവികാരത്തെ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഈ തിരുനാൾ പ്രത്യേകമായി നമ്മുടെ നാടിനും നമ്മുടെ ഇടവകയ്ക്ക് ഈ ദേവാലയത്തിലുള്ള പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹ സമൃദ്ധിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ഇങ്ങനെ പറയാനുള്ളത് ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളിലുള്ളതാണ് ഉള്ളത്. ഉള്ളതൊന്നും ഉള്ളത് നമ്മളിപ്പോൾ ഉണ്ട് എന്ന് വിചാരിക്കുന്നതാണ്. നമുക്ക് ഭാഗ്യമായിട്ടുള്ള കഴിവുകളാകാം, നമ്മുടെ ചിന്തയാകാം, നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ സമ്പത്താകാം, നമ്മുടെ സൗന്ദര്യം, ഇതൊക്കെയാണ് നമ്മൾ ഉണ്ട് വിചാരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ സാധനങ്ങൾ ഈ ഉള്ളത് എന്ന് പറയുന്നത് ഡിഫീറ്റ് കുറച്ച് കിട്ടാറാണ്. നമ്മുടെ ആരോഗ്യം പോകാം, നമ്മുടെ സൗന്ദര്യം പോകാം, നമ്മുടെ കഴിവുകൾ പോകാം, നമ്മുടെ സ്ഥാനമാണ് നഷ്ടമാണ്. പക്ഷേ ഉള്ളിലുള്ളതാണ്. ഉള്ളിൽ എന്തുള്ളത്? ഉള്ളിൽ ആരുണ്ട്? ഉള്ളിലുള്ളത് ഈശോയായിരിക്കും. ഈശോ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ടെന്ന്. കോട്ടപ്പുറം രൂപത കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ വചനപ്രഘോഷണം നടത്തി. ജീവിതത്തിലേക്ക് ദൈവം തന്ന വലിയൊരു പ്രകാശമാണ്. ദൈവത്തിന്റെ പ്രകാശമായി നമ്മുടെ ജീവിതത്തിലേക്ക് ആ പ്രകാശത്തെ അനുഭവിക്കാൻ തന്ന വലിയൊരു നന്മയാണ് ഇവര് എന്നുള്ളത്. വലിയൊരു വെല്ലുവിളി കൂടെയാണത്. നമ്മുടെയും ജീവിതം ഈ ദൈവത്തിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധനെ പോലെയായി മാറണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. പാരീഷ് കൗൺസിൽ അംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി. തിരുനാൾ പ്രസിദ്ധേന്തിമാരെ വാഴിക്കുന്ന ചടങ്ങും ദേവാലയത്തിൽ നടന്നു. ദീപബലിയെ തുടർന്ന് കിഴക്ക് ഭാഗത്തേക്ക് പ്രദക്ഷിണവും നടന്നു. 3-ാം തീയതി ശനിയാഴ്ച ഊട്ടുതിരുനാൾ രാവിലെ 10-ന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികനായി ദീപബലിയും നേർച്ച സദ്യ ആശീർവാദവും വിതരണവും നടത്തും. 4-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5-ന് രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ ദീപബലിയും ഡോൺ ബോസ്കോ ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഷിബിൻ കുളിയത്തിന്റെ വചനപ്രഘോഷണവും നടക്കും. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പ്രദക്ഷിണവും മാജിക് ഷോ എന്നിവയും നടക്കുന്നു. ജനറൽ കൺവീനർ റൂബൻ പള്ളിപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.